സുജാതേ, എന്താ ചേട്ടാ? പാലിരിപ്പില്ലേ? ഉണ്ട് ചേട്ടാ. അല്പം പാലെടുത്തോ, കുഞ്ഞിന് കൊടുക്കാം. വിശക്കുന്നുണ്ടോടാ? സാറ് കുടിച്ച് ശീലിച്ച പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ പശുവും പാലാക്കളെ. എന്താ? ചേട്ടാ പാല് ആ കുഞ്ഞിനോട്. എങ്ങനെ കൊടുക്കുന്നത്? കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലല്ലേ നീ? അയ്യോ, എന്താ ഇത്? വീർന്ന് കാട്ടുന്നു. തൽക്കാലം നമുക്ക് സാറിന് സ്പൂണിൽ കോരി കൊടുക്കാം. നീ ഒരു സ്പൂൺ എടുത്തോടാ. വാസുദേവൻ നായർ സാർ അയൽവാസിയല്ലേ? അപ്പൊ സത്യം സാറിന് അറിയാമല്ലോ. ട്രാൻസ്ഫർ വാങ്ങി വരുന്ന വഴി തീവണ്ടിയിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞത്. എനിക്കതേ അറിയാവൂ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ സാറേ, എന്നിട്ട് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ. പ്രകാശൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. സാറേ, അതിന്റെ തള്ളയെ നിങ്ങൾ കണ്ടോ? എവിടെ കാണാൻ? ഒരാഴ്ചയായി ഞാനും എന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക. ഇതുവരെ ഒറ്റെണ്ണം പോലും കുഞ്ഞിനെ തിരക്കി വന്നിട്ടില്ല. ഈ പ്രകാശൻ ആള് മഹാവേന്ദ്രനാ. അത് അയാളുടെ മുഖം കണ്ടാൽ അറിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, പ്രകാശൻ ആൾ എന്ത് തരക്കാരനായിരുന്നാലും പഠിപ്പിക്കാൻ ഏവിള. Come on, tell me what's the doubt? ഓസ്മോസിസ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ സോൾവെന്റ് മാത്രം ഒരു സൊല്യൂഷനിൽ നിന്നും മറ്റൊരു സൊല്യൂഷനിലേക്ക് കിടക്കുന്നത്? അത് സോളിഡ് മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് സോൾവെന്റ് മോളിക്യൂൾസ്. അതുകൊണ്ടാണ്. താങ്ക് യു സർ. ഏതായാലും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സുജാതയ്ക്ക് ഒരു പരിശീലനമായല്ലോ. സുജാത കുഞ്ഞ് ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടി കേറി ഇറങ്ങാത്ത അമ്പലമുണ്ടോ? ഓരോത്തികൾ ഇതേ പെറ്റതിനെ വലിച്ചെറിഞ്ഞേച്ചു പോയിരിക്കുന്നു. ഇതിനെ ഇനി എന്ത് ചെയ്യാനാ പരിപാടി? ഇവിടെ തന്നെ വളർത്തണമെന്നാണ് ചേട്ടന്റെ തീരുമാനം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത്. ആട്ടെ, താൻ 3 ദിവസം കുളിച്ചോ? എന്താ ഇത്ര താമസം? ഓ, അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ 38ാമത്തെ വയസ്സിലാ കന്നിപ്പേര് വെച്ചത്. അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ചേടാ, ഇച്ചിരി നേരം സ്വൈര്യമായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഈ കൊച്ചേതാ? ആ, അതെ, ഇന്നലത്തെ മഴയത്ത് ആകാശത്തോന്ന് വീണ് കിട്ടിയതാ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വീണിട്ടില്ലല്ലോ. പറമ്പിലൊക്കെ പോയി നോക്ക്, അവിടെങ്ങാനും വീണ് കിടപ്പുണ്ടാവും. വാടി, നമുക്ക് പോയി നോക്കാം. സുജാതെ, ഞാൻ പോകുന്നു. കുഞ്ഞെന്തെടുക്കുന്നു? ഉറങ്ങുന്നു. വാ. ഇത് മുലക്കുപ്പി. ഇത് കുഞ്ഞിന് കലക്കി കൊടുക്കാനുള്ള മിൽക്ക് ഫുഡ്. മനസ്സിലായോ? വേഗം കലക്കൊണ്ടു. മോനെ, നിനക്ക് വിശക്കുന്നുണ്ടടാ? അമ്മ ഇപ്പം പാല് കൊണ്ടുവരും. വച്ച കുടിക്കാൻ കേട്ടോ. അല്ല കുഞ്ഞെ, അതിനെ എന്നും കുഞ്ഞു ഇവിടെ തന്നെ വളർത്താൻ പോവാന്നു. അതിനെന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്രയായാലും അന്യകള് പെറ്റതല്ലേ. മുലപ്പാല് കുടിച്ച സ്നേഹം അതിന് കാണുമോ? തിരിച്ചറിവാകുമ്പോ കുണ്ടിയിലെ പൊടിയും തട്ടി അത് അതിന്റെ പാട്ടിന് പോകും. അപ്പൊ വളർത്തിയവർക്ക് കൂലി പാലക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവൻ ഞങ്ങളുടെ കുട്ടിയാണ്, ഈ വീട്ടിലെ കുട്ടി. ഇവനെപ്പറ്റി ഇതുപോലെ ഇനി എന്തെങ്കിലും പറഞ്ഞ അന്ന് ഞാൻ നിങ്ങളെ പുറത്താക്കും. അയ്യോ സാറേ, ഞാൻ മനസ്സിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. നിഷ്കളങ്കമായ ഈ മുഖം കണ്ടാൽ ആർക്കെങ്കിലും ഇവനെ വെറുക്കാൻ കഴിയോ സുജാതെ? ആരുടെ കുഞ്ഞാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പാറുവമ്മ അങ്ങനെ പറഞ്ഞത്. ആരുടെ കുഞ്ഞായാലെന്താ? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സുജാതെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. നാണമ്മാവൻ അന്ന് എന്നെ എടുത്ത് വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇവനെ പോലെ അനാഥ കുഞ്ഞാകുമായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചവനാണ് ഞാൻ. എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒരിക്കലും നീ വെറുക്കരുത്.
നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്. ഏതോ കൊള്ളാവുന്നവർക്ക് ജനിച്ചതാ. ആ ഇതിലൂടെക്കാരൻ എവിടെയാണോ എന്തോ. ഇനി ഇവൻ നമ്മുടേതാണ് അല്ലേ മോനെ? അമ്മനോട് പറയടാ ഞാൻ ഇവിടുത്തേതാണെന്ന്. കുഞ്ഞെ, നമുക്ക് ഇതിനൊരു രക്ഷ എഴുതി കെട്ടണം. എന്തിനാ? നല്ല കണ്ടുമുട്ടം പോലെ ഇരിക്കുമല്ലയോ. വല്ലവരും കണ്ണു വെച്ചാ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരും. വേണ്ട പാറുവമ്മേ, പ്രകാശേട്ടൻ കണ്ടാ അത് വലിച്ചു ദൂരെ എറി. അല്ല, നമുക്ക് ഇദ്ദേഹത്തിന് പേരിടണ്ടേ? ഈ കുട്ടികൾക്ക് പേരിടുന്നത് 56-നോ 90-നോ? 56-ഉം 90-ഉം ഒന്നുമല്ല, 28-നാ പേരിടുന്നത്. ഈ പ്രകാശേട്ടൻ ഒരു ചുക്കും അറിയില്ല. ഞാനെങ്ങനെ അറിയാനാ? ഇവിടെ ഇതിനു മുമ്പ് പേരിടൽ വല്ലതും നടന്നിട്ടുണ്ടോ? ക്ഷമിക്കൂ സുജാതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇത്ര സില്ലി ആയാലോ? ഒന്ന് ചിരിക്കടോ. മോനെ, അമ്മയുടെ കണ്ണിൽ എന്തോ പോയി. മോനെ നൂതി കൊടുത്തേ. ഇങ്ങനെ കണ്ട ഒരു 5-6 മാസം നിന്ന് തോന്നിക്കത്തില്ലേ? ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് നാളെ തന്നെ പേരിട്ടുകളെ. എന്ത് പറയുന്നു? വളരെ നല്ലത്. പാറോമേ, എന്താ സാറേ? നാളെ ഇവന്റെ പേരിടില്ല. അപ്പുറത്തുനിന്ന് ആ വാസുദേവൻ സാറിനെയും കുടുംബത്തെയും കൂടെ വിളിച്ചേക്കാം. ഒരു നല്ല പായസം റെഡിയാക്കി. പായസം ഒരു കപ്പ് കൂടി തരട്ടെ? വേണ്ട 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 വേണ്ട, എനിക്ക് ഷുഗറിൽ അല്പം യൂറിനുണ്ട്, അതുകൊണ്ട് ഇവള് സമ്മതിക്കൂല. എന്നെ പേടിച്ച് കഴിക്കാതിരിക്കണ്ട. പക്ഷെ രാത്രി പരിവേശെടുക്കുന്നു പറഞ്ഞാലേ എന്റെ വിധം മാറും. ആട്ടെ സാറേ, നമുക്ക് ഇവനൊരു പേരിടണമല്ലോ. പേര് അത്യന്താധുനികമായിരിക്കണം. പറഞ്ഞോളൂ. ഹിമോഗ്ലോബിൻ. നല്ല പേര്. ഇതെങ്ങനെ വിളിക്കും? ഓനെ ഹിമോഗ്ലോബി എന്ന് വിളിക്കും. എന്താ? അതുപോലെ പട്ടിക്ക് വിടാം. ഞാനൊരു പേര് പറയാം, സുഗ്രീവൻ. കൊച്ചന്താടി കുരങ്ങു വർഗത്തിൽപ്പെട്ടാണോ? ഞാനൊരു പേര് പറയട്ടെ? പിന്നെ പാറുവമ്മയ്ക്കും പറയാം, ഹരിഹരസുധൻ. അത് വളരെ നീണ്ടുപോയി പാറുവമ്മേ. ഞാനൊരു പേര് പറയാം. കേൾക്കട്ടെ. പ്രിയദർശൻ. ഫൈൻ. പ്രിയദർശൻ, പ്രിയദർശൻ, പ്രിയദർശൻ. പാറുമേ, പ്രകാശമില്ലേ ഇവിടെ? കോളേജിൽ പോയിരിക്കുക. ഉണ്ണാൻ വരും. മോളെവിടെ? കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. കുഞ്ഞു? ഏത് കുഞ്ഞ്? ഇവിടുത്തെ കുഞ്ഞ്. വന്നാട്ടെ. ഇതൊന്ന് അകത്തെടുത്ത് വയ്ക്ക്. മോനെ കുട്ടാ, ചിരിയടാ. സുജാതെ, ഏതാ ഈ കുട്ടി? ഇത് ഈ കുട്ടി ഏതാണാ ചോദിച്ചത്? പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു. എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയും നോക്കി, ഒന്നും കണ്ടില്ല. അതിന് വണ്ടി കിടന്ന കൊച്ചിനെ അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തോണ്ട് വരുമോ? നിന്റെ നേരെ തലയ്ക്ക് വട്ടാണോടി? ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയോരില്ലാതെ കരയുന്നത് കണ്ടപ്പോ. ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേർ ഈ നാട്ടിലുണ്ട്. അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരും. ഇതിനെ കിട്ടിയിട്ട് എത്ര ദിവസമായിടി? 2 ആഴ്ച. എന്റെ കണിച്ചകുളങ്കര ഭഗവതി, 2 ആഴ്ചയായിട്ട് ഇതിനവിടെ വളർത്തിയായിരുന്നു. ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ? ആട്ടെ, ഇനി ഇതിനെ എന്ത് ചെയ്യാനാണ് പരിപാടി? ഇവിടെ വളർത്താമെന്നാ പ്രകാശേട്ടൻ പറയുന്നത്. അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ തരാത്ത പെണ്ണൊന്നുമില്ലല്ലോ. നിനക്കിതൊക്കെ വരണമടി. കല്യാണം കഴിഞ്ഞത് മുതൽ ആസൂത്രണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? ഇപ്പൊ പേറ്റുന്നോ അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ? ചുമന്നോ. അവനിങ്ങ് വരട്ടടി. ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്നേ ഇത് പറഞ്ഞു വിലക്കേനെ പറഞ്ഞേ. അതിപ്പോ കൊച്ചമ്മ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുമോ?
എത്രയായാലും ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലയോ. ആ അമ്മയോ? അമ്മ എപ്പോ വന്നു? അമ്മാവനുണ്ട്, എവിടെ? ഊണ് കഴിഞ്ഞ് ഉറങ്ങുന്നു. ആ സുജാതെ, ഇതെല്ലാം പ്രിയനുള്ള ഉടുപ്പുകളാ. ആഹാ, അപ്പൊ ഇതിന് പേര് വെക്കോ? അതെ അമ്മേ, പ്രിയദർശൻ എന്നാണ് മുഴുവൻ പേര്. ഞങ്ങൾ അവനെ പ്രിയൻ എന്ന് വിളിക്കും. സുജാത എല്ലാം പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാ പ്രകാശ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ അനാഥ കുഞ്ഞിനെ ദത്തെടുക്കേണ്ട വല്ല കാര്യം ഈ വീട്ടിലുണ്ടോ? അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിന്ദ്യമായ കാര്യമൊന്നുമല്ല. നിന്ദ്യമായ കാര്യം തന്നെയാണ്. ഇത് തറവാട്ടുകാർക്ക് ചേർന്ന നടപടി അല്ല പ്രകാശ. ഒരു അനാഥ കുഞ്ഞിന് അഭയം കൊടുക്കുന്നത് തെറ്റാണോ അമ്മാവ? ഇത്തരം കുഞ്ഞുങ്ങളെ വളർത്താനാണ് അനാഥാലയം. ഇതിനെ അവിടെ ഏൽപ്പിക്കണം. അവൻ ഇപ്പൊ അനാഥനല്ല, ഞങ്ങളുടെ മകനാണ്. അത് നിന്റെ അഭിപ്രായം. പക്ഷേ ഒടേക്കാരില്ലാത്ത കൊച്ചിന്റെ തീട്ടവും മൂത്രവും കോരാൻ വേണ്ടിയല്ല ഞങ്ങൾ നിനക്ക് പെണ്ണ് തന്നു. സുജാതയ്ക്ക് എതിർപ്പില്ലെങ്കിലോ? നിന്നെ പേടിച്ച് പറയാതിരിക്കുന്നതാണെങ്കിലോ? പേടിക്കാൻ ഞാനെന്താ കടുവായ കൂലിയോ മറ്റാണോ? അമ്മാവൻ പറയുന്നതനുസരിച്ച് ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചൂടെ? ക്ഷമിക്കണം അമ്മേ, ഞാനത് ഒരിക്കലും ചെയ്യില്ല. എനിക്കത് ബുദ്ധിമുട്ടാണ്. തെറ്റ് തിരുത്തുന്നതേ ബുദ്ധിമുട്ടല്ല, ബുദ്ധിയാണ്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രായത്തിന്റെ വിവരമെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. പ്രായവും വിവരവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ കൂടിപ്പോവും. സരസ്വതി, വാ നമുക്കിറങ്ങാം. നാളെ പോയാ പോരെ അമ്മാവ? മാനവും മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും? ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത്. കണ്ടാൽ അപ്പോഴറിയാം. വാ. ചേട്ടാ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ക്ഷമിക്കുക. നമ്മളെക്കാൾ പ്രായവും അറിവുള്ളവരാണ് അവർ. ഈ കുഞ്ഞിനെ പറ്റി അവര് പറയുന്നതിലും കാര്യമില്ലേ? സുജാതെ, പെണ്ണും പറഞ്ഞതല്ല. വരൂ, ഊണ് കഴിക്കാം. ലോകത്തെല്ലാവരും നിന്റെ ശത്രുക്കളാണല്ലോ മോനെ. ഇതെന്താ പറയുന്നേ? കുറച്ച് മാങ്ങയാ. എവിടെന്നാ? സുജാത കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പോ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് വരാം. ശരി. എന്താ പറയുന്നേ? അവിടെ ഒരു ഒച്ചമോളൊക്കെ കേട്ടല്ലോ. ഓ, ചട്ടിയും കലമൊക്കെ അല്ലേ, തട്ടിയും മുട്ടിയും ഇരിക്കും. ആ കൊച്ചിന്റെ കാര്യമായിരിക്കും. വാ, ചോദിക്കട്ടെ.